നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ എയിം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നട്ട് അതിൻ്റെ എങ്ങനെ ഒരു 3D മോഡൽ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി അതിൻ്റെ ഒരു 2D ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് ഒരു എന്താ പറയുക ഡയമീറ്റർ 10 ആയിട്ടുള്ള ഒരു നട്ടാണ് ഇവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 2D ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് 3D മോഡലിങ്ങിനായിട്ട് ഇതിന് യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ്, മെയിനായിട്ട് ഒരു 3-4 കമാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു കമാൻഡും, പിന്നെ സബ്ട്രാക്ട് എന്ന് പറഞ്ഞൊരു കമാൻഡും, പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ഹെലിക്സ് സ്കെച്ച് ചെയ്യണം. അതിനുശേഷം അതിന് നമുക്കൊരു സ്വീപ്പ്. ഓക്കെ, ഇത്രയും കമാൻഡ്സാണ് മെയിനായിട്ട് ഈ ഒരു നട്ട് നമുക്ക് മോഡൽ ചെയ്യാനായിട്ട് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഞാൻ ഈ വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് 3D വ്യൂയിലേക്ക്. ഇപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ പ്ലേസ് ചെയ്യുകയാണ് ഫസ്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വ്യൂ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. സോ ചേഞ്ച് ടു സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കലി ഒന്ന് മാറ്റി. ഇനിയിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഞാൻ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ് എടുക്കുന്നത്. സോ എക്സ്ട്രൂഡ് EXT എൻ്റെ ഷോർട്ട് കീ. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു പോളിഗണും ഈ ഒരു സർക്കിൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 10 ആയതുകൊണ്ട് ഈ നട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.8D ആയിരിക്കും. സോ അപ്പോൾ അത് 8 എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിഷ്വൽ സ്റ്റൈൽ ഒന്ന് വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് നോക്കാം. ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോളിഗണൽ ഷേപ്പിൽ തന്നെ ആ ഒരു സോളിഡിൽ ഈ ഒരു സിലിണ്ടർ ഇതിൽ മെർജ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോളിഡിലുള്ളത്. അതിൻ്റെ ഷോർട്ട് കീ SU. ഞാനത് സെലക്ട് ചെയ്തു ഫസ്റ്റ്, അതിനുശേഷം എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സിലിണ്ടർ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനൊരു ചാംഫറിങ് ആഡ് ചെയ്യണം, സെയിം ടൈം നമുക്ക് ത്രെഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ടൂളും കൂടി ഇതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, റിവോൾവ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൂടി നമ്മളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ചാംഫറിങ് എത്രയാണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനത് ആദ്യം ഒന്ന് വയർ ഫ്രെയിം ആക്കുകയാണ്. വീണ്ടും ഞാനിതിൻ്റെ വ്യൂ ഒന്ന് ഇതിലൊന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് മാറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കിവിടെ ഒരു സർക്കിൾ ഞാനിവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റിവോൾവ് ചെയ്യാനുള്ള റിവോൾവ് കട്ടാണ് നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള റിവോൾവ് കട്ട് ചെയ്യാനുള്ള ഒരു പ്രൊഫൈൽ ഇവിടെ ഞാൻ സ്കെച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു വ്യൂ ഒന്നും കൂടിയും ഒന്ന് ടോപ്പ് വ്യൂ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ സർക്കിൾ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഏരിയയാണ് നമ്മൾ ശരിക്കും ഇത് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വാഡ്രൻറ്റിൽ നിന്ന് ഇതിൻ്റെ എൻഡിലേക്ക് ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂ ഒന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് ആക്കി. അപ്പോൾ നമ്മൾ വരച്ചൊരു ലൈൻ ഓൾറെഡി ഇവിടെ ഈ ബോട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഇതിൻ്റെ ഈ എൻഡ് പോയിന്റിൽ നിന്നും എനിക്ക് ഇതിൻ്റെ ഒരു ആംഗിൾ നമ്മൾ നോർമലി എൻ്റെ ചാംഫറിങ് നമ്മൾ 30 ആണ് കൊടുക്കാറ് അല്ലേ. അപ്പോൾ ആ ഒരു 30 ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രാക്ക് ചെയ്യണം. 30 ആംഗിൾ നമ്മളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ സപ്പോസ് നമുക്ക് ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇതിൻ്റെ ഒരു ആംഗിൾ നമ്മളൊന്ന് ഓൺ ആക്കിയിടാം. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രാക്കിംഗ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു സെൻറ്റർ ആക്സിസിൽ റിവോൾവ് ചെയ്യുകയാണ്. സോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പോളിലൈൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ് ജസ്റ്റ്. അപ്പോൾ പോളിലൈൻ വരയ്ക്കാൻ മുൻപായിട്ട് നമുക്കൊരു ഇൻ്റർസെക്ഷൻ ഇവിടെ കിട്ടിയാലേ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു ലൈനും കൂടി വരച്ചിട്ടാണ്. അപ്പോൾ എനിവേ നമുക്കിവിടെ ഒരു ഇൻ്റർസെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഞാൻ ഈ ഒരു ഇൻ്റർസെക്ഷനിൽ നിന്ന് ഇങ്ങനെ ഒരു പോളി ലൈൻ ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഈ ലൈൻ്റെ ആവശ്യം നമുക്കില്ല, ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ചാംഫറായിട്ട് വരുന്നത്. സോ അപ്പോൾ അത് ചെയ്യാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിലൊരു റിവോൾവ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുകയാണ്. REV റിവോൾവ് എടുത്തു, ഞാനത് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ എക്സാക്ട് സെൻറ്റർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സെൻറ്റർ ഞാനൊന്ന് പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ സെൻറ്റർ ഓഫ് ഒന്ന് കൊടുത്തു. ജസ്റ്റ് ഓർത്ത് ഓൺ ചെയ്തിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് എത്ര ഡിഗ്രീസിലേക്കാണ് നമുക്ക് ഇതിനെ റിവോൾവ് ചെയ്യേണ്ടത്, ആംഗിൾ ഓഫ് റിവൊല്യൂഷൻ. സോ 360 ഞാനിവിടെ എൻ്റർ ചെയ്തു. ഇതേ സെയിം ചാംഫറിങ് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ചാംഫറിങ് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് മിറർ ചെയ്യുകയാണ്. അപ്പോൾ മിറർ ചെയ്യാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്തു, സെക്കൻഡ് ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ഓൾറെഡി നമുക്കിത് മിറർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ രണ്ട് സോളിഡ്സും ഞാനിപ്പോൾ നമ്മുടെ കറണ്ട് ഈ നട്ടിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് SU ഷോർട്ട് കീ. സോ ഇത് സെലക്ട് ചെയ്തു, എൻ്റർ. ദെൻ നെക്സ്റ്റ് ഞാൻ ഇത് രണ്ടും ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിതൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. സെയിം ടൈം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഐസോമെട്രിക് നോക്കാം. കണ്ടോ, ഇത് എക്സാക്ട്ലി നമുക്ക് ചാംഫർ ചെയ്തിട്ട് നമുക്ക് ആ രീതിയിലുള്ള ഒരു നട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിതിന് ഒരു ത്രെഡ് ആഡ് ചെയ്യണം. അപ്പോൾ ത്രെഡ് ആഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിലൊരു ഹെലിക്സ് നമ്മൾ സ്കെച്ച് ചെയ്യും. ആ ഹെലിക്കൽ പാത്തിൽ കൂടെ നമ്മൾ ആ ത്രെഡിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ആ ഒരു ഷേപ്പിൻ്റെ ഒരു പ്രൊഫൈൽ വരച്ചിട്ട് നമ്മൾ അതിൽ കൂടെ സ്വീപ്പ് ചെയ്തിട്ട് ആ ഒരു സോളിഡിനെ നമ്മൾ ഈ പറഞ്ഞ നട്ടിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഒരു ഹെലിക്സ് സ്കെച്ച് ചെയ്യാണ്. ഞാൻ ടോപ്പ് വ്യൂ ആക്കി ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അഗെയിൻ വേണമെങ്കിൽ ഒന്ന് വയർ ഫ്രെയിം ആക്കാം. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോയിൽ ഇവിടെ ഹെലിക്സ് എന്ന് പറഞ്ഞൊരു ടൂൾ എടുത്തു. സെൻറ്റർ ഇതിൻ്റെ സെയിം സെൻറ്റർ ഞാനിവിടെ പിക്ക് ചെയ്യുകയാണ്. അഗെയിൻ ഓക്കെ, ഇതിൻ്റെ റേഡിയസ് ബേസ് റേഡിയസ് ഞാൻ 5 കൊടുത്തു. ടോപ്പ് റേഡിയസ് ഞാനിവിടെ 5 എൻ്റർ ചെയ്തു. ദെൻ ഇതിൻ്റെ ഒരു ടേൺ ഹൈറ്റ് ഞാനൊരു 1 എൻ്റർ ചെയ്യുകയാണ്. ടോട്ടൽ ഹൈറ്റ് ഞാനൊരു 15 കൊടുത്തു. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഫ്രണ്ട് വ്യൂ ആക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബേസിൽ നിന്നും ടോപ്പിലേക്കായിരിക്കും പോയിൻ്റ് ആയിരിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കട്ടായി പോകാനായിട്ട് ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് താഴേക്ക് കുറച്ചൊന്ന് ഓർത്ത് ഓൺ ചെയ്തിട്ടൊന്ന് താഴേക്ക് മൂവ് ചെയ്ത് വെച്ചു. എനിവേ ഇനി നെക്സ്റ്റ് ഞാനിതിൻ്റെ ബേസ് സെൻറ്ററിൽ നിന്നും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. ജസ്റ്റ് ഒന്ന് ഓഫ്സെറ്റ് ചെയ്തു 5ലേക്ക്. ഇത് ചെയ്യണം നിർബന്ധമില്ല, എന്നിരുന്നാൽ പോലും കറക്റ്റ് എനിക്ക് ആ ഒരു എൻഡ് പോയിൻറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതല്ല നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു എൻഡ് പോയിൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ സ്കെച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ഡെപ്ത്ത് നമുക്ക് വേണ്ടത്, ദാറ്റ് മീൻസ് നമുക്ക് ഇവിടേക്ക് എത്ര ഡെപ്ത്തിൽ ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 0.8 ജസ്റ്റ് അതിനൊന്ന് ഓഫ്സെറ്റ് ചെയ്തു. അഗെയിൻ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഞാനിവിടെ ഒരു ലൈൻ വരച്ചു. ഇനി ഈ ത്രെഡിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ ഞാനിപ്പോൾ ഇതൊരു 55 അല്ലെങ്കിൽ 60 നമുക്ക് കൊടുക്കാം. അപ്പോൾ എനിവേ ഞാനിതൊരു 60 കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാനിതൊരു 30 ആദ്യം ഇവിടേക്ക് വരച്ചു. അഗെയിൻ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മിറർ ചെയ്തു. ഇത് കണക്ട് ചെയ്തിട്ട് ഞാനൊരു ലൈനോട് വരച്ചു. അപ്പോൾ ഇതിനെ എനിക്കൊരു സിംഗിൾ സെലക്ഷൻ ആക്കാനായിട്ട് ഞാൻ ജോയിൻ കമാൻഡ് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സെക്ഷനെ ഞാനിതിൽ കൂടെ സ്വീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വീപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, പാത്ത് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു പാത്താണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പാത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ അത് സ്വീപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സബ്ട്രാക്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് എടുത്തു. ഈ സോളിഡ് സെലക്ട് ചെയ്തു, എൻ്റർ. ഞാൻ ഈ സ്വീപ്പ് ചെയ്ത ഈ ഒരു സോളിഡും സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഐസോമെട്രിക് ആക്കാം, ഒന്ന് സൂം ചെയ്യാം, ഇതൊന്ന് ഷെയ്ഡ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എക്സാക്ട്ലി കണ്ടോ അതിൻ്റെ ത്രെഡ്സ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ കൊടുത്തിട്ട് വേണമെങ്കിൽ റെൻഡറൊക്കെ ചെയ്ത് വേണമെങ്കിൽ കറക്റ്റായിട്ടൊക്കെ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്താ പറയുക ഒരു നട്ട് നമ്മളിതിൽ 3D മോഡൽ ചെയ്യുക. ഇത് സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ബോൾട്ട് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാം. അതിൽ ത്രെഡഡ് ആയിട്ട് എന്തെങ്കിലും ഷേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്കതിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.